നമസ്കാരം. ഈ ഒരുപക്ഷെ ദീപകിന്റെ അത്രയും ഒരു ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഈ ആത്മഹത്യയുടെ ഒരു ധൈര്യം വേണം സത്യം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാനിപ്പോഴും നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. കേവലം പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു പെൺകുട്ടി 6 മാസത്തിന് മുമ്പ് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവത്തിന് മേലൊരു കേസ് കൊടുക്കുകയുണ്ടായി. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ കാറിൻ്റെ ഡാഷ് ക്യാമറയിൽ വന്ന കോളിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ ശിക്ഷാ കാലാവധി അല്ലെങ്കിൽ മറ്റേ കസ്റ്റഡി കാലാവധിയോ അതുകൊണ്ടല്ലോ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന 90 ദിവസം കിടക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ മുന്നിലിരുന്ന് ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, വളരെ കാശിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയിട്ടും ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ അതിന് പിന്നിൽ ചിലപ്പോൾ ആണുങ്ങളുണ്ടാവാം. അപ്പോൾ അവരുടെ എല്ലാം പ്രേരണ ഉണ്ടാകാം ഇതുപോലുള്ള കേസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിപ്പം മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം: ആരും അടിപതറി ആത്മഹത്യക്കൊന്നും ശ്രമിക്കരുത്. ഇതുപോലുള്ള സംഭവങ്ങൾ ആർക്കും എപ്പോഴും ഉണ്ടാവാം. എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് ജയിച്ച ആളാണ്. ഫൈറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അറിയാതെ പോലും പല തെളിവുകൾ നിങ്ങളെ കഥ. ഇപ്പം ദീപകിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ആ വീഡിയോ കണ്ട് പ്രകോപിതനായിട്ടാണ് ദീപക് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ദീപകിനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് തെളിവുകൾ അതിൻ്റെ അകത്തുള്ള സാക്ഷികളുണ്ടായിരുന്നു, കണ്ടക്ടർ ഉണ്ടായിരുന്നു, മറ്റ് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ CCTV വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ദീപകിന് അനുകൂലമാണ്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ പുള്ളി പെട്ടെന്ന് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ആഘാതത്തിൽ പെട്ടെന്ന് എനിക്കെതിരെയും ആ ഒരു കേസ് വന്ന സമയത്ത് ഒരു 24 hours എങ്കിലും എനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഓവർകം ചെയ്തത് ഈ പറയുന്ന എൻ്റെ ഭാഗ്യത്തിന് ഈ പറയുന്ന സാധനങ്ങൾ എന്നോട് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാനും ഇദ്ദേഹം മിഷൻ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ അദ്ദേഹത്തെ വളരെ എന്താ പറയുക പുച്ഛത്തോടെ കണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോൾ എന്താണ് മിഷൻ മെൻസ് കമ്മീഷൻ്റെ ആവശ്യമെന്ന് മനസ്സിലായ ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് മറ്റു തിരക്കുകളെല്ലാം മാറ്റി അദ്ദേഹത്തോടൊപ്പം തോളോട് തോള് നിന്ന് എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്, ഇനി ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനുവേണ്ടി എല്ലാ എഫേർട്ട് എടുക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നാൽ ദയവ് ചെയ്ത് നമ്മളെയൊക്കെ ബന്ധപ്പെടുക. അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജെങ്കിലും അയച്ചാൽ നമ്മൾ റിപ്ലൈ തരാം. കഴിയുന്ന എല്ലാ സപ്പോർട്ടും. ഇപ്പം നമ്മൾ രാഹുൽജി നമ്മളൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള അഡ്വക്കേറ്റ്സിനെയൊക്കെ സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റേ നിയമോപദേശം കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ഒരു ബോഡി ഉണ്ടായിട്ടോ അതിനൊരു സ്ഥിതി ഉണ്ടായിട്ടോ സെറ്റപ്പ് ഉണ്ടായിട്ടോ എന്നല്ല, നമ്മുടെ പേഴ്സണൽ എഫേർട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ദയവേദി നിങ്ങളെ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കേസ് വരുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ അകത്ത് ഈ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ടറോ ക്യാമറമാൻ്റെ പേരിൽ ഇതേ സമയത്ത് റേപ്പ് ചെയ്യുന്നൊരു പെൺകുട്ടി കേസ് കൊടുത്താൽ നിങ്ങൾക്കെതിരെ FIR തീർച്ചയായും എടുത്തിരിക്കും കേരള പോലീസ്. നിങ്ങൾക്കെതിരെ വാർത്ത വന്നിരിക്കും, മറ്റ് ചാനലുകളിലും നിങ്ങളുടെ സ്വന്തം ചാനലും വാർത്ത കൊടുക്കും. അതിനുശേഷമേ നിങ്ങൾ പ്രൂവ് ചെയ്യുള്ളൂ. ഇവിടുത്തെ CCTV വിഷ്വൽസും മറ്റ് സാക്ഷികളെ വിസ്തരിച്ച് ചിലപ്പോൾ 90 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത്. അത് നോക്കില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റി. പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്തു. എന്നോടൊപ്പം ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു. എനിക്ക് ഫൈറ്റ് ചെയ്ത് ഞാൻ കോടതിയിൽ എൻ്റെ സാധാരണ ഇത്തരം കേസുകളിൽ മെറിറ്റ് പരിഗണിച്ചിട്ടാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ അങ്ങനെ നിർബന്ധമില്ല. പക്ഷെ എൻ്റെ കേസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരം മെറിറ്റുകൾ പരിഗണിച്ചിട്ട് ഈ ഓഡിയോ റെക്കോർഡിങ്ങും പെൺകുട്ടി കാശ് വെച്ചതിൻ്റെ റെക്കോർഡ്, പെൺകുട്ടിയുടെ അമ്മ കാശ് വെച്ചതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയത്. പക്ഷേ ക്ലിയർ ആയിട്ട് പ്രത്യേക കാശ് ചോദിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് മുകേഷിന്റെ ഉണ്ടായിരുന്ന മുകേഷിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. നിവിൻ പോളി ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നൊരു പെൺകുട്ടി പറഞ്ഞു. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടി കൊച്ചിയിലായിരുന്നു, നിവിൻ പോളി അറസ്റ്റ് ചെയ്തത്. നമ്മുടെ നിയമം അങ്ങനെയാണ്. അതിന്റെ ഒരു മാറ്റം ഉണ്ടാകണം. സമയത്തിന് പെട്ടെന്ന് കൂടെ പറഞ്ഞു ഇതൊരു ഗ്രേ ഏരിയ. പലപ്പോഴും നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം, ഒരു ഗ്രേ ഏരിയ ഉണ്ട് നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ എല്ലാ സ്ത്രീകളും മോശമാണെന്നും എല്ലാ പുരുഷന്മാരും നല്ലതെന്ന് പറയുന്നവരല്ല. അതേപോലെ എല്ലാ പുരുഷന്മാരും മോശമല്ല, എല്ലാ സ്ത്രീകളും നല്ലവരുമല്ല. എത്ര വ്യാജ പരാതികൾ നമ്മൾ കണ്ടു. അറിയില്ല, നമ്മൾ ലീഗൽ അഡ്വൈസ് കൊടുക്കും. നമ്മൾ ആര് വന്നാൽ ലീഗൽ അഡ്വൈസ് കൊടുക്കണമല്ലോ. ലീഗൽ റൈറ്റ് എല്ലാവർക്കും ഇല്ലേ. അപ്പൊ അവർക്ക് നിയമത്തിന്റെ സഹായം അല്ലാതെ എങ്ങനെയാ നമ്മൾ അറിയുന്നത്? നമ്മളല്ലല്ലോ കോടതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.